ഒരു ഉത്തരവാദിത്തമില്ലാതെ എവിടെങ്കിലും പോയി മുട്ടയിട്ട് വെച്ചിട്ട് പോരുന്നെന്ന് കോഴിപ്പെണ്ണുങ്ങളോട് പറഞ്ഞ കേൾക്കില്ല. അതോടൊപ്പം തന്നെ ഇവരെ കണ്ടില്ല, ബക്കറ്റിൽ നിന്ന് മാത്രമേ കൊത്തിപ്പറിച്ച് തിന്നുള്ളൂ. ഇവർ ആക്രാന്തം കണ്ടിട്ട് കുറച്ച് തീറ്റയൊക്കെ നമ്മൾ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വിസിലടിച്ച് എല്ലാവരും വിളിച്ച് വരുത്തി തിന്നോളാൻ പറഞ്ഞു. അതവിടെ വെച്ചിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ BSF ലാർവ എന്തായെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് BSF ലാർവകൾ അത്യാവശ്യം ഫില്ലായി വരുന്നുണ്ട്. കുറച്ചുകൂടെ അധികം വേസ്റ്റും കുറച്ചുകൂടെ ഫ്രൂട്ട്സിൻ്റെ ലീഫുകളും ഉണ്ടെങ്കിൽ നിറച്ച് നമുക്ക് BSF ലാർവ ഉണ്ടാക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ചില സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു എത്ര ദിവസം കൊണ്ടാണ് ലാർവ വളർന്ന് വലുതാവുന്നത്, ഫ്ലൈ ആവുന്നതെന്ന്. അതിനെപ്പറ്റി അറിയില്ല, എന്നിരുന്നാലും നമുക്ക് വഴിയെ തന്നെ കണ്ടറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്, കുറച്ചുകൂടെ വലിയ എമൗണ്ടിൽ നമുക്ക് ലാർവ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വീണ്ടും നമ്മുടെ ബക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്ന കോഴികളെ കണ്ടത്. ഇവരെല്ലാം പായിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ മിൽട്ടൺ ഇത്രയും നേരമായിട്ട് എന്നെ മാത്രം എന്താ മൈൻഡ് ചെയ്യാത്ത എന്നുള്ള ഭാവത്തിൽ നോക്കി നിൽക്കുന്നു. എന്നാൽ പിന്നെ അവനെ കുറച്ച് നേരം ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി നേരെ അവനോട് പോയി കുറച്ച് കുശലമൊക്കെ പറഞ്ഞിട്ട് പോകാൻ ഒരുങ്ങുകയാണ് നമ്മൾ. അങ്ങനെ എന്തായാലും നമ്മുടെ കോഴികളുടെ വീഡിയോയും കോഴികളെ വളർത്താൻ താല്പര്യമുള്ള സുഹൃത്തുക്കളും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ